സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയുന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്. അതിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. എന്നാൽ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ കുറേ ദിവസമായി വലിയ തോതിലുള്ള ട്രോളുകളും ചർച്ചകളും സോഷ്യൽ മീഡിയ പരിപാടികളുമാണ് നടക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. അയ്യപ്പ വിഗ്രഹം വാങ്ങി സ്വാഗതം പറഞ്ഞപ്പോൾ ആരോ കൊണ്ടുകൊടുത്തപ്പോൾ അത് വാങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു വിശ്വാസിയുടെ പ്രസംഗം പോലെ തോന്നി. ഇതെല്ലാം വച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് അടിച്ചു. അദ്ദേഹം പറഞ്ഞു, അയ്യപ്പ ഭക്തനാണ് പിണറായി വിജയൻ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അദ്ദേഹം തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇത് ഏറ്റുപിടിച്ചാണ് സോഷ്യൽ മീഡിയയും അല്ലാത്ത ചാനലുകളൊക്കെ പറഞ്ഞത്. ഇന്ന് ഇതിലൊരു പ്രതികരണവുമായി എ കെ ബാലൻ, പാർട്ടിയുടെ സീനിയറായിട്ടുള്ള ഒരു നേതാവ് വന്നിട്ടുണ്ട്. കാരണം സാധാരണ ഈ ഗവൺമെൻറ്റിനെ പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തി പറയുന്നത് എ കെ ബാലനാണ്. അപ്പോൾ അദ്ദേഹം മുൻ മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. പ്രസവ മുറിയുടെ മുന്നിൽ ആരെങ്കിലും പ്രസവമുറി എന്ന് എഴുതി വയ്ക്കുമോ എന്നുള്ളതാണ്. സാധാരണ പ്രസവമുറിയുടെ മുന്നിൽ എഴുതി വയ്ക്കും, പ്രസവമുറി എന്ന് എഴുതി വയ്ക്കാറുണ്ട്. പ്രസവമുറി എന്നല്ല, ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. പിന്നെ ചില ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗം എന്നൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. എന്തായാലും ഇത് എഴുതി വയ്ക്കുമോ? അതുപോലെ ഞാനൊരു വൈരുദ്ധ്യാത്മക ഭൗതികവാദിയാണേ എന്ന് രാവിലെയും വൈകിട്ടും വിളിച്ചു കൂവണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. വിശ്വാസവും ഭൗതികവാദവും ഒക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. അത് മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് എല്ലാവർക്കും അറിയില്ലേ. സ്വാഭാവികമായിട്ട് അദ്ദേഹം ഭൗതികവാദി ആയിരിക്കുമല്ലോ. മാത്രമല്ല വൈരുദ്ധ്യാത്മക ഭൗതികവാദി കൂടിയാണ് അദ്ദേഹം. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ വക്താവാണ് പിണറായി വിജയൻ. CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തെ ഒരു വിശ്വാസിയായി ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് വളരെ കൃത്യമായ വാദമായി എ കെ ബാലൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല. ശബരിമല അയ്യപ്പന് പിണറായി വിജയൻ അവരുടെ പേരിൽ ഇനി പൂജയും മറ്റു കാര്യങ്ങളും അർച്ചനയും ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവർ തന്നെ പോകുമോ എന്നൊക്കെയുള്ള വളരെ ഗൗരവതരമായ വിഷയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭൗതികവാദക്കാർക്കും ദൈവവിശ്വാസമാകാം എന്നൊരു കാര്യം പറയുന്നുണ്ട്. ആയാൽ കുഴപ്പമില്ല. അങ്ങനെ സഖാക്കൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട്. അമ്പലത്തിൽ പോകാമെന്നും അമ്പല കമ്മിറ്റിയിലും പള്ളി കമ്മിറ്റിയിലൊക്കെ ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. അത് ഈ പിണറായി വിജയൻ അവർക്കും ബാധകമാകുമോ? അദ്ദേഹം വെറും വൈരുദ്ധ്യാത്മക ഭൗതികവാദിയായിട്ട് നിൽക്കുമോ, വിശ്വാസിയായിട്ട് നിൽക്കുമോ, ഇതിൻ്റെ ഇടയിലുള്ള ആളായി മാറുമോ? ഇതൊന്നും നമുക്കറിയില്ല. കാരണം വിശ്വാസവും ഭൗതികവാദവും എല്ലാം വ്യക്തിപരമാണ്, ആപേക്ഷികമാണ്. അത് ഓരോ വ്യക്തിയും തീരുമാനിക്കുന്നതാണ്. അതൊരിക്കലും ഒരു പൊതു സമൂഹത്തിൽ ചർച്ചയ്ക്ക് വെച്ച് നമുക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഒരാപത്ത് വരുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്നത് ഉള്ളിൽ നിന്നാണ്. ചിലപ്പോൾ അത് പുറത്തു പോലും വരാറില്ല. അതുകൊണ്ട് നമുക്കങ്ങനെ വിലയിരുത്താൻ കഴിയില്ല. എന്തായാലും ഈ വിവാദങ്ങൾ കെട്ടടങ്ങുമ്പോൾ, മറ്റ് വിവാദങ്ങൾ കെട്ടടങ്ങുമ്പോൾ, അയ്യപ്പൻ്റെ വിവാദങ്ങൾ കെട്ടടങ്ങുമ്പോൾ ഇതും നിൽക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എ കെ ബാലൻ ഒന്നുകൂടി അതിനെ സജീവമാക്കി നിർത്തിയിട്ടുണ്ട്.